ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ നോക്കൂ, ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നേരത്തെ അവരുടെ സാമ്പത്തികമായി നട്ടലൊടിഞ്ഞ അവസ്ഥ മുതൽ ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാനിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ സകലവിധമായ മേഖലകളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അവരുടെ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ, അതിനിടയിൽ അസീം മുനീറിന്റെ അധികാരക്കൊതി, എപ്പോഴും ഭയക്കുന്ന ഒരു പട്ടാളക്കൂപ്പ്, രാജ്യത്തെ ജനങ്ങളെ കൂടെ നിർത്താൻ പാകിസ്ഥാന്റെ അവിടെ ചരിത്രപരമായി തന്നെ എക്കാലത്തെയും അവരുടെ നീക്കങ്ങൾ, ഇത്തരം ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ അസീം മുനീറിന് അത് ഗുണകരമാകുമെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടോ? അയാൾക്ക് ഗുണകരമാവാത്ത രീതിയിൽ നമ്മൾക്ക് നേരിട്ട അങ്ങേയറ്റത്തെ ആഘാതത്തിന്, അങ്ങേയറ്റത്തെ വേദനയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനൊക്കെ കാരണക്കാരെ അസീം മുനീറിന് അത് ഗുണകരമായ ഫാക്ടറായി മാറിക്കൂടാ? ശ്രീ മോഹൻ വർഗീസ്. ശ്രീ ഹാഷ്മി, പാകിസ്ഥാൻ സൈനിക മേധാവിമാർ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ ഇച്ഛാശക്തികൾ, രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കാണിച്ചിട്ടുള്ളവരാണ്. അത് മുൻകാലങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം, സിവിലിയൻ ഭരണകൂടങ്ങളെ മറിച്ചിട്ടുകൊണ്ട് സൈന്യം അധികാരം ഏറ്റെടുക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസീം മുനീർ മുൻഗാമികളെ പോലെ തന്നെ തീർച്ചയായും പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ, അത് രാഷ്ട്രീയ അധികാരം തനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനൊരു സംഘർഷം അനിവാര്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ഒരു സംവിധാനത്തിൽ സൈന്യം കഴിഞ്ഞു മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. രാഷ്ട്രീയ സംവിധാനം എല്ലാം തന്നെ പൊതുവേ നമ്മൾ കാണുന്നത് ഷഹബാസ് ഷെറീഫിൻ്റെ ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോഴും സൈന്യം തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. മുൻകാലങ്ങളിൽ സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇനി ഒരു പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വരാം. സൈന്യത്തിൻ്റെ പോപ്പുലാരിറ്റി ലെവൽ, അസീം മുനീർ നയിക്കുന്ന സൈനിക എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പോപ്പുലാരിറ്റി ലെവൽ ഓൾ ടൈം ലോയിൽ നിൽക്കുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ച ഈ വസീറിസ്ഥാനിലെ വിഷയങ്ങൾ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ആകപ്പാടെയുള്ള ഈ പാക് താലിബാൻ്റെ പ്രക്ഷോഭങ്ങൾ, ആർമിക്കെതിരെയുള്ള നീക്കങ്ങൾ, ജനങ്ങൾ തന്നെ ആർമിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ബലൂചിസ്ഥാൻ ഏതാണ്ട് പോയ മട്ടാണ്. അങ്ങനെ മുച്ചൂട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന പാകിസ്ഥാൻ്റെ ആകപ്പാടെ ആ ഒരു അന്തരീക്ഷത്തിൽ സൈന്യത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. മുൻകാലങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ 99-ൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞു പോലുമില്ല. അതുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ് യുദ്ധമെല്ലാം കഴിഞ്ഞ് സമാധാനമായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോട് പറഞ്ഞത്, അങ്കിൾ ഞാൻ അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ പർവേസ് മുഷറഫും സംഘവും അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നു എന്ന്, പട്ടാളത്തിൻ്റെ ആക്രമണം കാർഗിൽ ഉണ്ടാകുന്നു എന്ന വിവരം പോലും ഞാൻ അറിഞ്ഞില്ല എന്നത് തീർച്ചയായും നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ, ഷഹബാസ് ഷെറീഫിനെയും മന്ത്രിസഭയിലെ അംഗങ്ങളെയും പ്രതിപക്ഷ നേതാവ് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന ബിലാവൽ ഭൂട്ടായും ഒക്കെ തന്നെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് സൈനിക മേധാവി അസീം മുനീർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നോക്കൂ, സൈന്യത്തിൻ്റെ ഒരു രീതി നോക്കൂ, ആ രീതിശാസ്ത്രം നോക്കൂ. തികച്ചും പ്രൊഫഷണലായി അസീം മുനീർ ഇപ്പൊ എവിടെ ചോദിക്കണ്ട, അയാളുടെ ദുഷ്ടബുദ്ധിയിൽ അയാൾ എന്തും ചെയ്യും. കാര്യം അയാളുടെ ലക്ഷ്യം എന്താണ്? പട്ടാള മേധാവി ഇരിക്കുക എന്നുള്ളതല്ല. അയാളുടെ ലക്ഷ്യം കിയാനിയാണ്, അയാളുടെ ലക്ഷ്യം പർവേസ് മുഷാറഫാണ്, അയാളുടെ ലക്ഷ്യം പാകിസ്ഥാൻ അധികാരമാണ്. അതിനുവേണ്ടി അയാളുടെ ഭാഗത്തേക്ക് പാക് ജനതയെ കൊണ്ടുവരാൻ അയാൾ ഏത് എക്സ്റ്റന്റും പോവും. എന്റെ ചോദ്യം ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ നേരിട്ട അങ്ങേയറ്റത്തെ ആഘാതത്തിന്, അങ്ങേയറ്റത്തെ അപമാനത്തിന്, നമ്മുടെ 26 നിരപരാധി ചോരയ്ക്ക് നമുക്ക് തിരിച്ചടി കൊടുത്തേ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ രാജ്യം എന്ന് പറയുന്നൊരു കാര്യമില്ലല്ലോ ശ്രീ മോഹൻ വർഗീസ്. പക്ഷേ നമ്മൾ ആ തിരിച്ചടി കൊടുക്കുമ്പോൾ അത് അസീം മുനീറിന് ഒരു ഗുണകരമായ ഫാക്ടറായി പോയി കൂടാ? അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഗുണകരമായ ഫാക്ടറായി പോയി കൂടാ? ഇവിടെ നമ്മൾ തീർച്ചയായും ശ്രീ ഹാഷ്മി, നമ്മൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനിൽ ആരാണ് അധികാരത്തിൽ വരുന്നത് എന്നത് ഇന്ത്യ അതിനെക്കുറിച്ച് കൺസേൺ ആകേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ജനാധിപത്യ ക്രമത്തിലാണെങ്കിലും ശരി, സൈനിക ഭരണത്തിലാണെങ്കിലും ശരി, ഏത് വ്യക്തി അധികാരത്തിൽ വന്നാലും നിലപാടുകളാണ് പ്രധാനം. ഇന്ത്യയോടുള്ള നിലപാടാണ് പ്രധാനം, തീവ്രവാദത്തോടുള്ള നിലപാടാണ് പ്രധാനം. സിവിലിയൻ ഗവൺമെൻറ് ഉള്ളപ്പോഴും പാകിസ്ഥാൻ്റെ സൈന്യവും ISIയും ചേർന്ന് ഹിസ്ബുൾ മുജാഹിദിനെയും ഹർക്കത്തുൽ മുജാഹിദിനെയും ജയ്ഷെ മുഹമ്മദിനെയും ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയും എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ്. ഇവരെല്ലാം തന്നെ ഈ തീവ്രവാദ വിഭാഗങ്ങൾ നോക്കൂ, ജയ്ഷെ മുഹമ്മദിൻ്റെ പേര് അവരിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം വേറൊരു പേരാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പേരാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന്. അതുകൊണ്ട് പരകായ പ്രവേശം നടത്തി എന്ന അർത്ഥമൊന്നുമില്ല. ആ പേര് മാറ്റി പാകിസ്ഥാൻ കണക്ഷൻ ഇല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന, IMFനെ ബോധ്യപ്പെടുത്തുന്ന, ലോക മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണ് ആദ്യം ഉത്തരവാദിത്വം
നിയമം ഏറ്റെടുത്തെങ്കിൽ പോലും തീവ്രവാദ സംഘടന ഇപ്പോൾ അത് ഞങ്ങളല്ല. ലഷ്കർ ഇ തോയ്ബ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു TRF-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. TRF തന്നെ വെളിയിൽ വന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. 4 ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റാമിഫിക്കേഷൻ അല്ലെങ്കിൽ റിപ്പർക്കഷൻസ് ഉണ്ട്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ട്. ഇവിടെ എല്ലാ കണ്ണുകളും സൈന്യത്തിന് നേരെയും സൈനിക ജനറൽ നേരെയുമാണ്. അതുകൊണ്ടാണ് സൈനിക ജനറൽ ഈ അസിം മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് താല്പര്യങ്ങളുണ്ടെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കും എന്നത് സംശയകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന ഇടപെടണം. ചൈന പറഞ്ഞിരിക്കുന്നു അന്വേഷിക്കണം. പാകിസ്ഥാൻ ഇത്രയും നാൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടത്തിയ എല്ലാ നയതന്ത്ര നീക്കങ്ങളുടെയും സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരു രാജ്യത്തെ കൊണ്ട് മാത്രമേ വാ തുറന്ന് എന്തെങ്കിലും പറയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതും ഞങ്ങളിതാ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൈന പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞു വെച്ചിട്ടുള്ളത് പാകിസ്ഥാൻ പറയുന്നു ന്യായമായ അന്വേഷണം നടത്തണം. ഈ സംഭവത്തിന് പിന്നിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്ന് ലോകം മനസ്സിലാക്കണം, സ്വതന്ത്രമായ അന്വേഷണം നടക്കണം എന്ന പാകിസ്ഥാന്റെ നിലപാട് ചൈന എൻഡോഴ്സ് ചെയ്യുന്നതിന് ഉപരിയായി ചൈന നേരിട്ട് സൈന്യത്തെ അയക്കുമെന്നോ ഏതെങ്കിലും സഹായം ചെയ്യുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തുർക്കി പോലും കഴിഞ്ഞ ദിവസം ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ചൈനയുടെ താല്പര്യം നമുക്കറിയാം. നമ്മുടെ പല സ്ഥലങ്ങളിലും അവർക്ക് അതിർത്തി താല്പര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇനി പരസ്യമായി അങ്ങനെ ഒരു സമാധാന കാംക്ഷിയെ പോലെ സമാധാന പ്രേമിയെ പോലെ ചമച്ചാലും ബുദ്ധി കുറുക്കന്റെ ബുദ്ധിയാണ്. ലക്ഷ്യം തമ്മിലിടിച്ച് വീഴുന്ന ചോരയാണ്. അപ്പോൾ ചൈന നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് വരികയാണോ സാർ? ഞാൻ അങ്ങനെയൊക്കെ